ഹലോ, ലെറ്റൂസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമുക്ക് ഒരു കടലപ്പരിപ്പ് ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലപ്പരിപ്പാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാനിവിടെ ഒരു കപ്പ് കടല എടുത്തിട്ടുണ്ട്, ഒരു 3 അച്ചി ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കടലൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. കടല ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിന്റെ തോലൊക്കെ ഒന്ന് കളയണം. ഞാൻ ശർക്കര പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് പാനിയാക്കി എടുക്കണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ കടലയുടെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. നമുക്ക് ശർക്കര പാനി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നേരെ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പൊ ഞാൻ നമ്മുടെ കടലയൊക്കെ നന്നായിട്ട് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തോല് കളയുമ്പോൾ എപ്പോഴും ഞാൻ 2ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കടല ബർഫി ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ കിടക്കുമ്പോൾ ആയിട്ട് നമുക്ക് ഏതാണോ നമ്മൾ ബർഫി ഉണ്ടാക്കാനുള്ള പാത്രം അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലുമൊക്കെ തടവി വെക്കുക കേട്ടോ. അലുമിനിയം ഫോയിൽ പേപ്പർ ആണെങ്കിൽ അതിൽ ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ട് വേണം നമ്മൾ ശർക്കര എപ്പോഴും പാവ് വെക്കാൻ. അപ്പൊ ഞാനിപ്പോ ഈ പ്ലേറ്റ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതിൽ ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശർക്കര പാവ് വെക്കാം. നമുക്ക് ആദ്യം ശർക്കര ജസ്റ്റ് ഒന്ന് ഉരുക്കിയ ശേഷം ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ നിറച്ച് കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിനിയിപ്പോ ഇത് നന്നായിട്ട് പാവമായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നേരെ കടലയിട്ടിട്ട് ബർഫി ഉണ്ടാക്കുകയാണ് ചെയ്യുക. പിന്നെ അരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ നമ്മളിത് ജസ്റ്റ് ഒന്ന് ഈ ശർക്കരയൊക്കെ ഒന്ന് അരിഞ്ഞു കഴിയുമ്പോൾ ഒന്ന് അരിച്ചെടുക്കണം, നല്ലതാണ് കേട്ടോ എപ്പോഴും. അപ്പൊ ശർക്കരയൊക്കെ ഒന്ന് അരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് വീണ്ടും ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പാനിയാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, അരിച്ചപ്പോൾ ഇത്രയും കല്ലും കരടക്കയിൽ ഉണ്ടായിരുന്നു. അതിനാണ് എപ്പോഴും നമ്മൾ ശർക്കര അരിക്കണം എന്ന് പറയുന്നത്. ഈ നന്നായിട്ടൊന്ന് പാനിയായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അതിന്റെ പാകം എന്ന് പറയുന്നത് നമ്മളിത് ആയിക്കഴിയുമ്പോൾ അതൊരു വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ടിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് കിട്ടും. ഞാനത് കാണിച്ചു തരാം. നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. കടല ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് അടുത്ത് വെച്ചിരിക്കുന്ന പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ആ വീഡിയോ എടുത്തത് മിസ്സായിപ്പോയി. നന്നായിട്ട് മിക്സാക്കിയ കടല നമുക്ക് ആ പ്ലേറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ചൂടാറിന് മുന്നേ തന്നെ കത്തി വെച്ച് വരച്ച് ഷേപ്പിൽ മുറിച്ച് കൊടുക്കണം. നമുക്ക് ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് മുറിക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ. പെട്ടെന്ന് ഹാർഡായി പോവും. ഞാൻ ആ വീഡിയോ എടുത്തതായിരുന്നു, പക്ഷെ അത് മൊബൈലിൽ സ്പേസ് ഇല്ലാത്ത കാരണം സേവ് ആയില്ല. അപ്പോൾ അതാ ഞാനൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വീട്ടിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണുന്നവരെല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. എല്ലാവർക്കും താങ്ക് യു.